നെക്സ്റ്റാണ് ലീഗൽ പ്രൊട്ടക്ഷൻ. ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് ഇന്ത്യ. വേൾഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ വിപോ വാസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് 1967 അതിൻ്റെ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഒരു ഏജൻസി ആയിട്ടാണ് ആദ്യം അത് പ്രവർത്തിക്കുന്നത്. അല്ല, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ആർ ദി റൈറ്റ് ഗിവൺ ടു ദി പേഴ്സൺ ഓർ എ കമ്പനി ഓവർ ദി ക്രിയേഷൻ ഓഫ് ദെയർ മൈൻഡ്സ്. അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ കൊടുക്കുന്ന ഒരു റൈറ്റാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. അതെന്ന് പറഞ്ഞാൽ ആ റൈറ്റ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് പേഴ്സൺ ആവാം, കമ്പനിക്കാവാം. എന്താണെന്ന് വെച്ചാൽ ക്രിയേഷൻ, അതായത് ഒരു എന്താണ് അവർക്ക് ഉള്ളൊരു റൈറ്റ് അല്ലേ, കസ്റ്റമറിൻ്റെ ഇടയിൽ ഇവർക്കൊരു റൈറ്റ് ഉണ്ടെന്ന് തെളിയിക്കുന്ന പ്രൂഫ് ഓഫ് എവിഡൻസ് ആണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ദ യൂഷ്വലി ഗീവ് ദ ക്രിയേറ്റർ കമ്പനീസ് ടു എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ ദ ക്രിയേഷൻ, ഓൺ പ്ലാൻ, ഐഡിയാസ് എക്സെട്ര, ദാറ്റ് ഈസ് or other intangible asset without any worry of completion for certain period of time. ഇനിയിപ്പോൾ എൻ്റെ ഡെഫിനേഷനാണ്, ഒരു മീനിങ് ആണ് പറയുന്നത്. പക്ക ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റെഫേഴ്സ് ടു ക്രിയേഷൻ ഓഫ് ദി മൈൻഡ്. എന്നാ ക്രിയേറ്റ് ചെയ്യുക? ഒരു മൈൻഡ് ക്രിയേറ്റ് ചെയ്യുക. അതെന്തുവാകാം? ഒന്നെങ്കിൽ ഒരു ഇൻവെസ്റ്റേഷനാകാം, ഒരു ഇൻവെൻഷൻ ആവാം, ദെൻ ഒരു ലിറ്റററി ആവാം, ഒരു ആർട്ടിസ്റ്റ് വർക്കാവാം, ഒരു ഡിസൈൻ ആവാം, ഒരു സിമ്പിൾ ആവാം, നെയിം ആവാം, ലോഗോ ആവാം, എന്തുവാകാം. ദ റീസണിങ് ഫോർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഈസ് ടു എൻകറേജ്, എന്തിനാ എൻകറേജ് ചെയ്യുന്ന? ഇന്നവേഷൻ, പുതിയ ഇന്നവേഷന് വേണ്ടി. വിത്തൗട്ട് എ ഫിയർ ഓഫ് കോമ്പിറ്റർ, ആരിൽ നിന്നും രക്ഷപ്പെടാൻ? കോമ്പിറ്ററിൽ നിന്നും രക്ഷപ്പെടാൻ. വിൽ സ്റ്റിൽ ബി ഏബിൾ ടു ക്രെഡിറ്റ് ഫോർ ഇറ്റ്. ദസ് ലീഗൽ റൈറ്റ് അക്കോർഡ് ഓൺ ദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ക്രിയേറ്റഡ് ദ ടൈം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അതായത് നിയമപരമായിട്ട് അത് അക്വയർ ചെയ്യാനുള്ള റൈറ്റിൻ്റെ പേരാണ് ഒരു പ്രോപ്പർട്ടി, ഒരു സ്പെസിഫൈഡ് പ്രോപ്പർട്ടിക്ക് കിട്ടുന്ന ലീഗൽ റൈറ്റിൻ്റെ പേരാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ദിസ് റൈറ്റ് ഈസ് ഗവേൺ ബൈ ദി ലോ. അതൊരു നിയമപ്രകാരമായിട്ടാണ് ലോ അംഗീകരിക്കുന്നത്. ആ ലോയുടെ പേരാണ് IPR ഓഫ് ദി കൺട്രി, വിച്ച് ഗ്രാൻഡ് സച്ച് റൈറ്റ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഓൺലി വിത്തിൻ ദി ബൗണ്ടറീസ് ഓഫ് ദി കൺട്രി. ഓവർ എ ഡീക്കേഡ് most of the Indian legislation on intellectual property was amended. അതായത് ഒരു ഡീക്കേഡിന് ശേഷം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ത് ചെയ്തു? ഭേദഗതി വരുത്തി. അതിൻ്റെ 1970 നിയമം, തേർഡ് അമെൻമെൻറ്റ് എഫക്റ്റീവ് ഇൻ 1 ജാനുവരി 2000, അതായത് 2005 വരെ ഉള്ളായിരുന്നു അതിൻ്റെ നിയമം. അത് വീണ്ടും അമെൻമെൻറ്റ് ചെയ്ത് ചേഞ്ചസ് വരുത്തി. എ ന്യൂ ഡിസൈൻ ആക്ട്, അതായത് പുതിയൊരു ആക്ട് മെയ് 2001 പുതിയ ആക്ട് വന്നു. ട്രേഡിംഗ് ആക്ട് സെപ്റ്റംബർ 2004 ഉണ്ടായ ചേഞ്ച്. ദെൻ 1995 ജാനുവരിയിലുണ്ടായ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിയുടെ ഒരു ചേഞ്ചസ്. പിന്നെ വേൾഡ് ഓർഗനൈസേഷൻ കെയിം ടു ബി, India is also exacted to a number of intellectual property right related act over a period. There are various forms of IPR. The trade related aspects of intellectual property right, popularly known as TRIPS, അടയാളപ്പെടുത്തുക ഇമ്പോർട്ടൻ്റ് ആണ്. ദ ട്രേഡ് റിലേറ്റഡ് ആസ്പെക്ട്സ്, അതായത് ട്രേഡുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന ഇൻ്റലക്ച്വൽ റൈറ്റിൻ്റെ പേരാണ് ട്രിപ്സ്. ഇൻ ദി WTO, അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എഗ്രിമെൻറ്റ് റെക്കഗ്നൈസ് ദ വേരിയസ് ഫോം ഓഫ് IPR ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നെയിമിലി. അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പലതായിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നെങ്കിൽ ട്രേഡ് മാർക്ക് ആവാം, അല്ലെങ്കിൽ കോപ്പി റൈറ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ പേറ്റൻ്റ് ആവാം, അല്ലെങ്കിൽ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആവാം, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആവാം, ഫോർമൽ റൈറ്റ് ആവാം. ഇതെന്തുവാകാം? ഇതൊക്കെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ കൊടുക്കുന്ന ട്രേഡ് മാർക്കിൻ്റെ പല ഭാഗങ്ങൾ. ഈ ഹിസ്റ്ററി ഒന്ന് നന്നായിട്ട് വായിച്ചെടുക്കുക. ഇനി ട്രേഡ് മാർക്ക് എന്താണെന്ന് പറയുന്നത്, ട്രേഡ് മാർക്ക് 1999 ഡെഫിനേഷൻ അനുസരിച്ച് ട്രേഡ് മാർക്ക് മീൻസ് എ മാർക്ക് ഓഫ് being represented graphically and which is capable to distinguishing, അടയാളപ്പെടുത്തുക, എന്തിനുള്ള കഴിവുണ്ട്? ഡിസ്റ്റിങ്ക്വിഷിങ് in the goods or service of one person from those of others. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ സർവീസുകളും മറ്റൊരു പ്രൊഡക്റ്റിൽ നിന്ന് വ്യത്യസ്തമാണ് എന്ന് അറിയിക്കുന്നത് മാർക്കാണ് ട്രേഡ് മാർക്ക്. ദിസ് their packing and combination of colors. The act is defined as mark including device, എന്തെങ്കിലും ഒരു ഡിവൈസ് ആവാം, ബ്രാൻഡ് ആവാം, ഹെഡിങ് ആവാം, ലേബൽ ആവാം, ടിക്കറ്റ് ആവാം, എക്സെട്ര. ദാറ്റ് ഈസ് ദ പാക്കേജിങ് ആവാം, ഓർ കോമ്പിനേഷൻ ആവാം, ഇതിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആവാം. ദ ട്രേഡ് മാർക്ക് ഇസ് എനി വേർഡ്, നെയിം, സിമ്പിൾസ് ഡിസ്റ്റിങ്വിഷിങ് എ ഡിവൈസ് or any combination thereof adopted and used by manufacturer, merchant to identify the goods and distinguishing them from those manufactured or sold by others. A registered trademark can be protected indefinitely as long, അതായത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് എന്ത് ചെയ്യാം? ഒരു ലോങ് ടൈമിലേക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം.
ആസ് ദി മാർക്ക് കണ്ടിന്യൂസ് ടു പെർഫോം ഇൻഡിക്കേറ്റീവ് ഫങ്ഷൻ. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഫങ്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള ഒരാളുടെ റൈറ്റാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. പ്രധാനമായും ഒരു ട്രേഡ് മാർക്കിന് പല ഫങ്ഷനുണ്ട്. ഒന്ന് പ്രൊഡക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലേ, അതിൻ്റെ ഒറിജിൻ മുതൽ ഐഡൻറ്റിഫൈ ചെയ്യുക. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടി ചെയ്യുക. എന്ത് ഗ്യാരണ്ടി ചെയ്യുക? ക്വാളിറ്റിക്ക് അൺചേഞ്ചിലൊന്നുമില്ല, മാറ്റമില്ലെന്ന് അറിയിക്കുക. മൂന്നാമത്തെ, പ്രൊഡക്റ്റ് അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ അവിടെ ട്രേഡ് മാർക്ക് വേണം. അതുപോലെ തന്നെ ടു ക്രിയേറ്റ് ഇമേജ്, ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാൻ, കസ്റ്റമറുടെ ഇടയിൽ ഇമേജ് ബിൽഡപ്പ് ചെയ്യാനും എന്ത് വേണം? ട്രേഡ് മാർക്ക് വേണം. ഇനി പ്രധാനമായും ട്രേഡ് മാർക്കുകൾ 4 രീതിയിലുണ്ട്. കോയിൻഡ് അല്ലെങ്കിൽ ഫാൻസിഫുൾ മാർക്ക്, ആർബിട്രറി മാർക്ക്, സജസ്റ്റീവ് മാർക്ക് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് മാർക്ക്.